മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യൂണിയൻ ടാങ്ക് കണക്ടറിൻ്റെ ഇൻസ്റ്റലേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നോക്കാം, നമ്മുടെ പഴയ ഒരു ടാങ്കിൻ്റെ പഴയ ഓൾഡ് മോഡൽ ടാങ്ക് കണക്ടറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് നല്ല ഒഴിവാക്കുകയാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് ടാങ്കിലെ വെള്ളമെല്ലാം നമ്മൾ ഒഴിവാക്കി എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വെള്ളം കാലിയാക്കിയ ശേഷം നമ്മൾ പഴയ മോഡലായി കഴിയുമ്പോൾ ഭയങ്കര പാടാണ്, നമുക്കൊന്ന് ടാങ്കൊക്കെ കഴുകാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ പുതിയ മോഡൽ യൂണിയൻ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ പഴയ നമ്മൾ ഊരിയെടുക്കുകയാണ്. അതിൻ്റെ വാഷറൊക്കെ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് ടാങ്കിൽ നിന്ന് വെള്ളം വല്ലാണ്ട് ലീക്ക് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും മാറ്റിയാണ്. നമ്മളതിൻ്റെ നെറ്റ് ഊരിയ ശേഷം നമ്മൾ ഊരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ യൂണിയൻ്റെ ടാങ്ക് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്ത് ഹോൾസ് ചെറുതായിട്ടൊന്ന് വലുതാക്കേണ്ടി വരും. അപ്പോൾ ഈ ഭാഗം നമ്മൾ എന്തെങ്കിലും ഒരു കത്തി ഉപയോഗിച്ചോ ഇല്ല ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചൊക്കെ നമുക്ക് ആ ഹോൾസ് റെഡിയാക്കി എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇതിൻ്റെ കറക്റ്റ് ത്രെഡ് തിരിച്ചാൽ കയറണം. ഈ ഒരു ടൈപ്പിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ത്രെഡ് സീൽ ഇടുകയോ ഷെല്ലാക്കി ഇടുകയോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ഇടുന്നവരുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ വാഷർ ടൈറ്റിൽ വെള്ളം ലീക്ക് വരത്തില്ല. അപ്പം ഈ ഒരു രീതിയിൽ ഇടുക. കറക്റ്റ് ടൈറ്റിലാകുമ്പോൾ കറക്റ്റ് ടൈറ്റിൽ അവിടെ നിൽക്കുമ്പോൾ ഒരു ലീക്കും വരത്തില്ല. ഇനി വാഷർ രണ്ടോടി ടൈറ്റായി കഴിയുമ്പോൾ ഒരു രീതിയിലും ലീക്ക് വരത്തില്ല. ഷെല്ലാക്കി ഇടുന്നവരുണ്ട്, വേണമെങ്കിൽ ഇടാം, ഇട്ടില്ലെന്ന് ഓർത്തും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി പൈപ്പ് റേഞ്ച് ഇട്ട് നമ്മൾ ഒരു മീഡിയം ടൈറ്റ് ആക്കുക. ഓവർ ടൈറ്റ് ആക്കരുത്, ഒരു മീഡിയം ടൈറ്റിൽ അവിടെ നിൽക്കണം. ഓക്കെ, ഇനി ഈ ഒരു രീതിയിലാണ് നമ്മൾ പൈപ്പ് ഇതിൻ്റെ അകത്തൊരു ഫിൽറ്റർ വരുന്നുണ്ട്, ചെറിയൊരു ഫിൽറ്റർ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പോകണമെങ്കിൽ തടയാൻ വേണ്ടിയിട്ട്. അപ്പം അതിട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഈ ഭാഗമാണ് നമ്മൾ ടാങ്കൊക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഊരിയെടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഊരിയെടുക്കേണ്ടത്. ഓക്കെ, ഇതൊരു മീഡിയം ടൈറ്റേ ചെയ്യാനുള്ളത്, കൈക്ക് ടൈറ്റ് ചെയ്യാം, പൈപ്പ് റേഞ്ച് ഉപയോഗിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒട്ടിക്കാൻ നോക്കാം. നമ്മൾ പഴയ രീതിയിൽ തന്നെ സോൾവൻ്റ് പശ ഇട്ടിട്ട് നേരെ നമ്മൾ ഒട്ടിക്കുക. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പുഷ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് പശയും കൂടി വേണമെങ്കിൽ നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം, സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഇപ്പം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിപ്പം നമ്മുടെ പഴയ മോഡൽ, ഇത് പണ്ടത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഈ പുതിയ മോഡൽ നമ്മൾ ഇടുകയാണെങ്കിൽ ടാങ്ക് കഴുകാനും എല്ലാം കൊണ്ടും നമുക്ക് എളുപ്പമാണ്. നമുക്ക് പൈപ്പും ടാങ്കും തമ്മിൽ സെപ്പറേറ്റ് ആക്കാൻ സാധിക്കും എളുപ്പത്തിൽ. അതൊക്കെയാണ് ഇതിൻ്റെ എളുപ്പം. പിന്നെ നമ്മൾ ഇത് പെട്ടെന്ന് ദ്രവിച്ചു പോകുന്നുണ്ടെന്ന് ചിലർ പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ വെയിൽ ഡയറക്റ്റ് കൊള്ളിക്കാണ്ട് എന്തെങ്കിലും ഒരു തുണിയോ ചാക്കോ ഇട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.